IPL അങ്ങനെ ലോ സ്കോറിംഗ് മാച്ചുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോ സ്കോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ 14 ഓവറായിട്ട് ചുരുക്കിയ മത്സരമാണ്. 95 റൺസിലാണ് ബാംഗ്ലൂരിനെ പഞ്ചാബ് ഒതുക്കുന്നത്. ഒരു അനായാസമായിട്ട് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് ആ റൺസ് അവർ ചേസ് ചെയ്യുന്നുണ്ട്. RCBക്ക് സ്വന്തം നാട്ടിൽ, അതായത് ബാംഗ്ലൂരുവിൽ അവരുടെ ഒരു മോശം പ്രകടനം അവർ തുടരുകയാണ്. വേറെ ഏത് ഗ്രൗണ്ടിൽ പോയാലും അനായാസം ജയിക്കുന്ന ഒരു ടീമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ സീസണിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ സ്വന്തം ഗ്രൗണ്ടിന് ഇതുവരെ പഠിക്കാൻ വേണ്ടിയിട്ട് RCBക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇപ്പം മഴ മൂലം വൈകിയ മത്സരമാണ്. ഇപ്പോൾ 14 ഓവറിലേക്ക് കളി വരുന്നത്. അവിടെ അടിച്ചു കളിക്കുക മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണൽ മാത്രമായിരിക്കണം ഇറങ്ങുമ്പോൾ. അത് തന്നെയാണ് കോഹ്ലിയും സാൾട്ടും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ ഒരു വിക്കറ്റുകൾ വീഴുമ്പോൾ, സാൾട്ടിന് വിക്കറ്റ് വീഴാനും കോഹ്ലിയുടെ വിക്കറ്റ് വീഴുമ്പോൾ നങ്കൂരം വിട്ട് കളിക്കേണ്ട ഒരു താരമോടെ കളിക്കണമായിരുന്നു. അതിനാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ചെറിയ സ്കോർ ഇന്നലെ വീണ്ടും പിറക്കുമോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ടീം ഡേവിഡിന്റെ ഒരു മിന്നൽ പ്രകടനം അത് സഹായിച്ചു. അതാണ് 95 എന്ന് പറയുമ്പോൾ 95-ൽ 50 റൺസും ടിം ഡേവിഡ് അടിച്ചു എന്നുള്ളതാണ്. അത് തന്നെ ഇന്നിംഗ്സിന്റെ അവസാനത്തെ 3 ബോളുകൾ 6 അടിച്ചു. അവസാനത്തെ ബോള് നോ ബോളായി, ഒരു 6 കൂടി അടിച്ചിട്ട് 100 കടത്താമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞില്ല വലിയൊരു തെറ്റാണ്. കാരണം സിക്സ് അടിച്ച 100 കടക്കില്ല, കാരണം 99-ലെത്തും 100 റൺസ്. പക്ഷേ നാണക്കേടിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ടീം ഡേവിഡിന് പറ്റി. ഈ 14 ഓവർ മത്സരമാണെങ്കിൽ കൂടി പിന്നെ ലോ സ്കോറിംഗ് 49 ഇന്നലെ പറഞ്ഞ പോലെ 49 റണ്ണിലേക്ക് ചിലപ്പോൾ വീണേനെ. 43 വിക്കറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിലും പോയേനെ. പക്ഷേ നേരെ മറിച്ച് അപ്പുറത്തേക്ക് വരുമ്പം ഇവിടെ 26 3 വിക്കറ്റ് വേണമെങ്കിൽ അവിടെ 32 2 വിക്കറ്റ് വീണിരുന്നു. ഒരു വലിയ മാറ്റമില്ലാണ് തുടങ്ങിയത്. പിന്നെ നന്നായിട്ട് പന്തറിഞ്ഞ് ഒന്നും ഭയപ്പെടുത്തിരൊക്കെ അങ്ങനെ കാര്യമായിട്ട് നമുക്കറിയാം. പഞ്ചാബിന്റെ ഒരു ബാറ്റിംഗ് നിര ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ്. അവർക്കൊരു ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള അത്രയും ശക്തിയുള്ള ഒരു ബാറ്റിംഗ് നിര ഉണ്ട്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം ഒരു കൊളാപ്സ് സംഭവിച്ചിരുന്നു. 111 റൺസിന് അവർ പുറത്തായിരുന്നു. പക്ഷെ ആ മത്സരം അവർ 95 റൺസ് എടുത്തിട്ട് ബൗളിങ്ങിന് പിടിച്ചു. ഈ മത്സരം വരെ ബൗളിംഗ് വളരെ മെച്ചപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് അർഷ്ദീപ് 2 വിക്കറ്റ് പവർ പ്ലേയിൽ തന്നെ വീഴ്ത്തുന്നുണ്ട്. ഈ സീസണിൽ ഇതുവരെ ആകെ 2 വിക്കറ്റ് അർഷ്ദീപ് പവർ പ്ലേയിൽ വീഴ്ത്തിയിരുന്നുള്ളൂ. പക്ഷെ ഇന്നലെ തൊട്ട് മത്സരത്തിൽ 2 വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. തുടർച്ചയായി 2 മത്സരങ്ങളിൽ എതിർ ടീമിനെ 95 റൺസിൽ കറക്റ്റ് 95 റൺസിൽ നിർത്തുന്നതാണ്. കൊൽക്കത്തനെ 95. തന്നെ നമുക്ക് ചഹലിന്റെ മുൻ RCB താരാണല്ലോ ചഹൽ, നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. ബോളർമാരുടെ മികച്ച പ്രകടനം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഈ അനാവശ്യ ഷോട്ടുകളുടെ പുറത്തായി തന്നെ എടുത്തു പറയേണ്ടി വരും. പിന്നെ RCBയുടെ താരങ്ങൾ കൂടുതൽ താരങ്ങളും. പക്ഷേ അതിനെ കൃത്യമായി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഈ താരങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ നടപ്പിലാക്കാൻ ഇത്ര വൈകിയ മത്സരങ്ങളാണ് കൂടി നടപ്പിലാക്കാൻ വേണ്ടി പറ്റി. പക്ഷെ എൻ്റെ പ്രശ്നം അതൊന്നല്ല ഇപ്പോൾ കാണുന്നത്. ഈ പിച്ചിൽ മഴ പെയ്തു, കളി വൈകി, കൂറ്റനടികൾ വേണം, ഇതൊക്കെ ശരിയാണ്. എങ്കിലും ഈ പിച്ചിനെ പഠിക്കാൻ ഇതുവരെ കോഹ്ലിക്ക് സംഘത്തിനും പടിതാറിനും സംഘത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം ബാക്കി എവിടെ പോയാലും ഇവർ അടിച്ച് കളിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. പിച്ചിന്റെ സ്വഭാവം ഇപ്പൊ നമുക്കറിയാം. അല്ല, ഇതില് ഇപ്പൊ പട്ടിദാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, പട്ടിദാർ കുറച്ചൊരു നോക്കി കളിക്കുന്ന ഒരു സാഹചര്യം പടിതാറിന്റെ സംഘത്തിനും കഴിഞ്ഞിട്ടുള്ള പടിതാർ സംഘത്തിന് നായകനാണല്ലോ. നായകൻ ഒന്ന് അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെ കണ്ടം കാണുന്നില്ല. ഒന്ന് പടിതാറുണ്ട്, ശരിയാണ്. 23 റണ്ണ് പട്ടിദാർ എടുത്ത് വലിയ റണ്ണാണ്. ഇന്നത്തെ സ്കോർ വെച്ചൊക്കെ വലിയ റൺ തന്നെയാണ്. ഭേദപ്പെട്ട 50 റണ്ണ് മറ്റേ ഈ ടിം ഡേവിഡ് എടുത്ത് ഇവർ രണ്ടുപേരും കൂടി എടുത്ത ആ സ്കോർ 73 റണ്ണായി. ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നായകനാണ് പടിതാർ ടീമിനെ ബ്രീഫ് ചെയ്യണമെന്നതിനേക്കാൾ കോഹ്ലിയുടെ ഒരു സീനിയർ താരമുണ്ട്. ഈ താരങ്ങൾക്കൊന്നും ഇതുവരെ സ്വന്തം ഗ്രൗണ്ടിനെ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആണ് അക്ഷർ പട്ടേൽ അവിടെ മറ്റേ നെറ്റിൽ പരിശീലനം ഹാർദിക് പാണ്ഡ്യ അതിൻ്റെ പിച്ചിനെ കുറിച്ച് ഇന്നൊരു വീഡിയോ വൈറലായിരുന്നു. ഡൽഹി പുറത്തുവിട്ടത് എങ്ങനെയാണ് പിച്ച് വയ്ക്കുമ്പോൾ. ഞാനിപ്പോൾ മന്ദതയോട് പരിശീലനത്തിനാണ് പറഞ്ഞ ഒരു രീതിയിലുള്ള ടോക്കായിരുന്നു. അതുപോലെ തന്നെ ആ സ്വന്തം ഹോം ഗ്രൗണ്ട് എന്താണെന്ന് അവിടുത്തെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പം നമുക്കറിയാം, പിന്നെ ചെന്നൈയുടെ പിച്ചിൽ പോയാൽ അവിടെ സ്പിന്നാണ് കൊടുക്കുന്നതെന്ന് RCBക്ക് അറിയാം. അവിടെ കളിക്കാൻ വേണ്ടി RCBക്ക് പറ്റും. പക്ഷേ സ്വന്തം ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഇതുവരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ ഒരു ഇത് ഇല്ലാണ്ട് ഈ സീസണിൽ എങ്ങനെ മുൻ സീസണുകളൊക്കെ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ സ്വന്തം ഗ്രൗണ്ടിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് നടക്കുന്നില്ല. അതിലൂടെ ഒന്ന് ഈ മാറിയ സാഹചര്യത്തിലായാലും എങ്ങനെ ആയാലും അതിനൊന്ന് മനസ്സിലാക്കാനും പിന്നെ ബോളിങ്ങിന് ഈ T20 പറയുമ്പോൾ സ്ട്രാറ്റജി ഗെയിം കൊണ്ടൊന്നും കാര്യമില്ല. കൂട്ടിനടികളുടെ റൺ ഉയർത്തുക മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കളിയിലൊക്കെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തൊന്നും അത്ര മുന്നോട്ട് പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഇങ്ങനെ വിക്കറ്റുകൾ പോകുമ്പോൾ ഒരു താരമെങ്കിലും ഒരു ആംഗിൾ ചെയ്ത് കളിക്കണമായിരുന്നു. പടിതാർ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഡേവിഡിന് പറ്റില്ല. അവസാനം നമ്മൾക്ക് സ്കോർ ഉയർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കോഹ്ലിക്കൊക്കെ ചെയ്യേണ്ട റോൾ തന്നെയാണ് വരുന്നത്. ഒരു സീനിയർ താരത്തിൽ നിന്ന് അല്ലെങ്കിൽ കോഹ്ലിയെ പോലെ താരം പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു ഇത്. അത് ഇന്നലെ വേണമായിരുന്നു. ഇന്നലെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. നേരെ വെച്ച് ബോളിംഗ് ഇറങ്ങിയപ്പം ഒന്ന് വെരട്ടി നോക്കാൻ വേണ്ടി പറ്റിയിരുന്നു. 111 കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഓൾ ഔട്ടായ ടീമാണ്. 95 താഴെ നമുക്ക് എറിയാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിരുന്നു പടിതാർ സംഘം. പക്ഷെ പറ്റിയിട്ടില്ല. പറഞ്ഞ പോലെ തന്നെ ഹേസൽവുഡിന്റെ ഒരു ബോളിംഗ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ബാറ്റിംഗ് ഒരു വിറപ്പിക്കുന്ന ഒരു ബോളിംഗ് പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. വീണ്ടും ഒരു ദുരന്തത്തിലേക്കാണ് ഇവരും പോകുന്നതിന്റെ സംശയം അവിടെ വന്നിരുന്നു. കാരണം പിന്നെ എന്തോ ആവാനുള്ള രീതിയിലായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ പറഞ്ഞ അദ്ദേഹം ടീമും കളി മാറ്റുമായിരുന്നു. ഈ സൈഡ് ജയിക്കാൻ വേണ്ടി ഇതിലേക്ക് എത്തിക്കുമായിരുന്നു.
തീർച്ചയായും ഇപ്പോൾ RCBനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് കപ്പ് നേടാൻ ഈ വർഷം ഇതുവരെ കപ്പ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഈ വർഷം എങ്ങനെയാണെങ്കിലും കപ്പ് നേടുക എന്നുള്ളതാണ്. പക്ഷെ ഹോം ഗ്രൗണ്ടിലെ ഈ മോശം പ്രകടനം തുടരുന്നത് RCBക്ക് ഒരു വലിയ തിരിച്ചടിയാവില്ല. തീർച്ചയായും അതാണ് പറഞ്ഞത്. ഈ 18ാം സീസണിൽ 18ാം നമ്പർ കോഹ്ലിയും പറഞ്ഞിട്ട് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയാണ് കോഹ്ലിക്ക് വലിയ കപ്പാണ്, കോഹ്ലിയുടെ സീസണാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്വന്തം ബാക്കിയിലെടുക്കൽ വേണ്ടി 2 പോയിന്റ് കിട്ടുമ്പോൾ ഹോം ഗ്രൗണ്ടിൽ 2 പോയിന്റ് നേടാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ലാത്തില്ല. അത് വലിയ ഇതായി പോകും. കാരണം എല്ലാ ടീമുകളും ഒരു മത്സരങ്ങൾ ജയിക്കുകയും തോൽക്കുന്ന സാഹചര്യത്തിൽ ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ പോകുന്നത്. ഇതൊരു നെറ്റ് റണ്ണിനൊക്കെ ആയിരിക്കും അവസാന നിമിഷത്തിലേക്ക് കളി നിയന്ത്രിക്കുന്നത്, പിന്നെ പ്ലേ ഓഫിലേക്കുള്ള ടീമുകൾ നിയന്ത്രിക്കുന്നു പോകുന്നത്. ഇത് ഒരു മാനദണ്ഡമാകാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഓരോ 2 പോയിന്റും നിർണായകമാണ്. അത് ഏറ്റവും എല്ലാ ടീമിനും കൂടുതലായിട്ട് പിന്നെ ഒരു ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഹോം ഗ്രൗണ്ടിൽ 2 പോയിന്റാണ്. ഒരു 60% ഉറപ്പിക്കാറില്ല, പകുതിയിലേറെ സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചു വരുന്നത് അത് നേടാൻ വേണ്ടി പറ്റുന്നില്ല. ഇനിയുള്ള മത്സരങ്ങൾക്കെങ്കിലും പിന്നെ RCBക്ക് അത് നേടാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ മുന്നോട്ടുള്ള ഒരു യാത്ര സുഖകരമാകുമെന്ന് തോന്നുന്നു. കാരണം എല്ലാ ടീമുകളും ജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിനെ പോലുള്ള ടീമുകൾ എന്തായാലും തീർന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ ഇനി ഇന്നത്തെ മത്സരം കൂടി വരാനുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ മത്സരം കൂടെ പോയാൽ രാജസ്ഥാൻ ഇനി സ്വപ്നം കാണേണ്ടി വരില്ല. രാജസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടീമിനകത്ത് തന്നെയുള്ള പല ഇപ്പോൾ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകളെങ്കിലും സഞ്ജു ദ്രാവിഡ് തമ്മിൽ അതായത് വീഡിയോ ഒരു അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സഞ്ജു അവന്റെ ഒരു പരിക്കും അതിന്റെ പെയിനും കൊണ്ട് മാറി നിന്നതാണോ എന്ന് അറിയില്ല. ഒരു ടീം അത് നിർണായക ഘട്ടത്തിൽ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് സഞ്ജു ഇല്ലാതിരുന്നുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ ശ്രേയസ് അയ്യർ കഴിഞ്ഞ 2 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷകളും വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രേയസ് അയ്യർ ഒരു ബാറ്റിംഗ് പ്രകടനം. ഇതൊക്കെ അയ്യരുടെ ഒരു തിരിച്ചുവരവും കൂടി ഇനി പഞ്ചാബിനെ സംബന്ധിച്ച് നിർണായകമല്ലേ? ഒരു തലവേദനയൊന്നും മാറുന്നില്ല. കാരണം ഈ സഹീഫ് മാർത്തി പറഞ്ഞ പോലെ വലിയൊരു ബാറ്റിംഗ് നിര അവിടെ ഉണ്ട്. ശ്രേയസ് വരണം, തീർച്ചയായും തിരിച്ചു വരണം, ഫോമിലേക്ക് എത്തണം. പക്ഷേ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ടീമിനെ ബാധിക്കുന്നില്ല, താളത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹം നന്നായിട്ട് ടീമിനെ നയിക്കുന്നുണ്ട്. ഒരു നായകൻ്റെ റോൾ അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു തലവേദനയും മാറുന്നില്ല. പക്ഷേ ശ്രേയസ് അയ്യർ നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞു വരുന്ന ഫോം എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2 മത്സരങ്ങളിൽ മാത്രം വെച്ചിട്ട് നമ്മളങ്ങനെ ഇല്ലെത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കൊൽക്കത്തക്കെതിരെ മത്സരം ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ പിന്നെ ഈ ചെറിയ സ്കോറാണ് കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം അടിച്ച് പെട്ടെന്ന് കളി തീർക്കാൻ വേണ്ടിയായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ വലിയ പ്രശ്നമുണ്ടല്ലോ, അത് തലവേദനയായി പഞ്ചാബിന് മാറില്ല. പഞ്ചാബ് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തും, പിന്നെ പോയിന്റ് പട്ടികയിൽ മുന്നിലേക്ക് എത്തുകയാണ്. നായകൻ നന്നായിട്ട് നയിക്കുന്നുണ്ട്. അതിന് വെച്ച് ഒരു നല്ല സ്ട്രെങ്തുള്ള ബാറ്റിംഗ് നിര ഉണ്ട് ശ്രേയസ് അയ്യറിനെ വിശ്വസിക്കാൻ. ഞാൻ പോയാലും ടീം കളി ജയിപ്പിക്കാൻ പറ്റിയ താരങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട്. ശശാങ്കിനെ പോലെ താരങ്ങൾ, പിന്നെ പഞ്ചാബ് റിട്ടേൺ ചെയ്ത താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നമില്ലാണ്ട് പോകും. നന്നായിട്ട് നയിക്കുമെന്നാണ് ഫീൽഡിംഗിൽ ചെയ്യേണ്ടത് ശ്രേയസ്. ഇപ്പൊ ഈ മറ്റേ നേഹൽ വധേര എന്ന് പറയുന്ന ഒരു ബാറ്ററും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായ ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 19 ബോളിൽ 33 റൺസ്. എനിക്ക് തോന്നുന്നത് RCB ഒരു 15-20 റൺസും കൂടി നേടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം വരുമായിരുന്നു. നമ്മളിപ്പോൾ ഡൽഹിക്കെതിരെയൊക്കെ ഒരു ഡൽഹിയും രാജസ്ഥാനും തമ്മിലൊരു സൂപ്പർ ഓവറൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ടൈറ്റായ ഒരു ത്രില്ലർ പോരാട്ടത്തിലേക്ക് ഇത് എത്തും എന്ന് RCB ആയിരുന്ന അതിലൊരു കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഭുവനേശ്വറും ടീം ഡേവിഡും കൂടിയിട്ട് ഒരു പാർട്ണർഷിപ്പ് 21 റൺസിന്റെ പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവസാന വിക്കറ്റിലാണ് ഈ ടീം ഡേവിഡിന്റെ ഈ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് വരുന്നതും ആ 3 സിക്സ് ഒന്ന് ആലോചിച്ച് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. 95 റൺസിലുള്ള പിറന്നൊരു മത്സരത്തിൽ അവസാനം 3 ബോളും 6 അടിച്ചിട്ടാണ് ടീം ഡേവിഡ് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് ഹിറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. 14 അടിച്ച് തൂക്കി വിട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ RCBനെ സംബന്ധിച്ച് ഒരു നിരാശ അവരുടെ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കണം. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ സീസൺ 18ാമത്തെ സീസൺ എന്നുള്ളത് നമ്മൾ 19ാമത്തെ സീസണിൽ ആക്കേണ്ടി വരും. അതിനുവേണ്ടി ഇപ്പൊ കോഹ്ലിക്ക് ജേഴ്സി നമ്പർ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും അത് കോഹ്ലിക്ക് വേണ്ടി മാറ്റേണ്ടി വരുന്നു കരുതുന്നില്ല. കാരണം കോഹ്ലി കപ്പെടുക്കും, ഈ കാസാല കപ്പെടും. എന്തായാലും തിരിച്ചു വരാൻ കഴിയട്ടെ. നമുക്ക് മികച്ച മത്സരങ്ങൾ തന്നെ ഇനിയും കാണാൻ കഴിയട്ടെ. തീർച്ചയായും.